നാടിനെ നടുക്കിയ, രാജ്യത്തെ ഒട്ടാകെ ഭീതിയിൽ നിർത്തിയ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പേരിൽ ആരും മുസ്ലിങ്ങൾക്കും കശ്മീരികൾക്കും എതിരെ തിരിയരുതെന്ന് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നിർവാളിന്റെ ഭാര്യ ഹിമാൻഷി നിർവാൾ പറയുകയാണ്. സമാധാനം മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്നും നീതി ലഭിക്കണമെന്നും ഹിമാൻഷി വ്യക്തമാക്കി. ആരോടും വിദ്വേഷം പുലർത്തരുതെന്നും ഹിമാൻഷി പറയുന്നു. അക്രമം കാണിച്ചവർക്ക് തക്കതായ മറുപടി നൽകണമെന്നും നീതി ലഭിക്കണമെന്നും ഹിമാൻഷി വ്യക്തമാക്കിയിട്ടുണ്ട്. വിനയ് നിർവാളിന്റെ 27ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്വദേശമായ ഹരിയാനയിലെ കർണാലിയിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു ഹിമാൻഷി. ഏപ്രിൽ 16-നായിരുന്നു ഹിമാൻഷിയും വിനയ് നിർവാളും തമ്മിലുള്ള വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞ് 6ാം നാളാണ് വിനയ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വിവാഹശേഷം മധുവിധ് ആഘോഷിക്കാനായിരുന്നു ഇരുവരും കശ്മീരിലെത്തിയത്. നേവിയിൽ ലഫ്റ്റനന്റ് കേണലായിരുന്ന വിനയ് ഹരിയാനയിലെ കർണാൽ സ്വദേശി കൂടിയാണ്. ഇന്ത്യയിൽ നടക്കിയ ഭീകര ആക്രമണത്തിന് സാക്ഷിയായത് വലിയ വേദനയായിരിക്കുകയാണ് ഹിമാൻഷിക്ക്. കാരണം സ്വന്തം ഭർത്താവിനെ ജീവിതം തുടങ്ങിയിരിക്കുന്ന അവരുടെ ദാമ്പത്യത്തിൽ വലിയ വിള്ളൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. തീവ്രവാദികൾ ഇന്ത്യ എന്ന രാജ്യത്തെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ അത് കശ്മീരികളുടെയോ മുസ്ലിങ്ങളുടെയോ തെറ്റല്ല എന്ന് വിളിച്ചു പറയുകയാണ് ഭാര്യ. എന്നാലും നമ്മുടെ രാഷ്ട്രവും അതുപോലെ തന്നെ പല വ്യക്തികളും ഇത് ഒരു മത തീവ്രവാദമാണെന്നും ഇതിന്റെ പേരിൽ മതത്തെ തന്നെ മോശമാക്കി കാണിക്കുന്ന ഒരു സമൂഹവും ഇന്ത്യയിലടക്കം വളർന്നു കഴിഞ്ഞു. ഈ ഒരു ആക്രമണത്തിന് ശേഷം കേരളത്തിലടക്കമുള്ള പല സ്ഥലങ്ങളിലും മതവർഗീയത വർദ്ധിച്ചു വരികയാണ്. മതവിശ്വാസികളാകുന്നതോ മതത്തെ സ്നേഹിക്കുന്നതോ ഒരിക്കലും തെറ്റല്ല. എന്നാൽ അതിന്റെ പേരിൽ ഒരാളുടെ ജീവൻ എടുക്കുന്നതിനോ അല്ലെങ്കിൽ മതവിശ്വാസത്തിന്റെ പേരിൽ ഒരാളെ ഇല്ലാതാക്കുന്നതിനോ ആർക്കും പറ്റില്ല. എന്തായാലും പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യയിൽ കടന്നു കയറി നമ്മുടെ ആളുകളെ വധിച്ചതിന് കൃത്യമായ ഉദ്ദേശം അവർക്കുണ്ട്. ആ ഉദ്ദേശത്തിന് തിരിച്ചടിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാവികസേനയും കരസേനയും വ്യോമസേനയും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രീയ തമ്മിൽ തല്ലില്ലാതെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലേക്ക് പാകിസ്ഥാൻ തീവ്രവാദികൾ നുഴഞ്ഞു കയറി അവരെ ഇല്ലാതാക്കിയത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ഉദ്ദേശം ജമ്മു കാശ്മീർ പിടിച്ചെടുക്കുക എന്നത് മാത്രമാണോ? ജമ്മു കാശ്മീർ പോലുള്ള ഒരു സ്ഥലം ഇന്ത്യയുടെ സ്വന്തമാണ്, ഇന്ത്യയുടെ ഹൃദയഭാഗം. അതിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു രാജ്യം ശ്രമിച്ചാലും നടക്കില്ല. എന്തായാലും ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് ഇത്തരത്തിലുള്ള മതവർഗീയത കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന പലരുമുണ്ട്. അവരും ഒന്ന് മനസ്സിലാക്കണം, നിങ്ങളും തീവ്രവാദികളും തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അവർ ചെയ്യുന്നത് തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത്. മതത്തിന്റെ പേരിൽ ഒരാളെ തമ്മിൽ തല്ലുന്നതിന് വേണ്ടിയും വർഗീയ വിദ്വേഷം പരത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. കേരളത്തിലടക്കം ഇപ്പോഴും മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്ന പലരുമുണ്ട്. ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമുള്ള അവകാശം നിലനിൽക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നത്? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള തമ്മിൽ തല്ല് ഉടൻ നിർത്തിയില്ലെങ്കിൽ ഇരു രാജ്യങ്ങളും വലിയ ഭീഷണി നിലനിർത്തും. ഇരു രാജ്യങ്ങളിലും നന്മയോടെ സ്നേഹത്തോടെ വർത്തിക്കുന്ന പല ജനങ്ങളുമുണ്ട്. അവരുടെ ജീവൻ വരെ ഇല്ലാതാകുന്ന അവസരത്തിലേക്ക് എത്തും. മഹായുദ്ധത്തിന് വേണ്ടി പാകിസ്ഥാൻ മുറവിളി കൂട്ടുമ്പോൾ ഇന്ത്യ സമാധാനത്തിൽ നിലനിൽക്കുന്നത് തിരിച്ചടിക്കാൻ കെൽപ്പില്ലാനിട്ടല്ല, തിരിച്ചടിച്ചാൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. സമാധാനപരമായി പോകുന്ന ഇരു രാജ്യങ്ങളും ഇനിയും ഇതുപോലെ തന്നെ മുമ്പോട്ട് പോയില്ലെങ്കിൽ അത് വലിയ വിദ്വേഷത്തിലേക്കും അത് യുദ്ധത്തിലേക്കും എത്തുമെന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോൾ തന്നെ സ്വന്തം ഭർത്താവിനെ ഇല്ലാതായ ഒരു സ്ത്രീ പറഞ്ഞ വാക്കുകൾ വേദനാജനകമായി ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അത് മതത്തെ അത്രത്തോളം സ്നേഹിക്കുന്ന നന്മയുള്ളവരുടെ ലോകമായതുകൊണ്ടാണ്. കശ്മീരികളോ മുസ്ലിമുകളോ ഇതിന് ഉത്തരവാദികളല്ല, അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആ സ്ത്രീ പറയുന്നു. എന്നാൽ അതിലും വർഗീയത കലർത്തി ഇന്ത്യക്കാരെ തന്നെ തമ്മിലെടുപ്പിക്കാൻ ശ്രമിക്കുന്ന മത തീവ്രവാദികൾ ആരാണെന്നുള്ളത് വ്യക്തമാകുന്നില്ല. മുസ്ലിമുകളും നല്ലതാണ്, ക്രിസ്ത്യാനികളും നല്ലതാണ്, ഹിന്ദുക്കളും നല്ലതാണ്. എന്നാൽ ഇതിൽ തീവ്രവാദം ഉൾപ്പെടുത്തുന്ന മനുഷ്യന്മാരാണ് മോശമാകുന്നത്. ഒരു മതവും ചീത്തയല്ല, എല്ലാ മതവും നന്മയിലേക്കും സമാധാനത്തിലേക്കും വർത്തിക്കുന്നതിന് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പല മനുഷ്യന്മാരും അതിനെ വളച്ചൊടിച്ച് തീവ്രവാദം ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ ആളുകളെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആരായാലും, പാകിസ്ഥാനികളായാലും ഇന്ത്യക്കാരായാലും അവരെ തുടച്ചു നീക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. തീവ്രവാദം ഇല്ലാതാക്കാനും എല്ലാ ആളുകൾക്കും
സ്വയരക്ഷയോടെ ജീവിക്കുന്നതിനുമുള്ള അവകാശം ഇന്ത്യ ഉറപ്പാക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും ഇവിടെ പല രീതിയിലുള്ള വർഗീയത ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പോഴും പല രീതിയിലുള്ള കലാപങ്ങൾ വളർത്തി വരുന്നതിന് പല രാഷ്ട്രീയ നേതാക്കളും കാരണക്കാരായിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള വർഗീയതയാണെങ്കിലും ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പ്രലോഭനമാണെങ്കിലും അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെല്ലാം എതിരെ പൊരുതണം. കേരളത്തിൽ ഇതുവരെയായും വർഗീയത വന്നിട്ടില്ല എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കേരളത്തിലും ഇതുപോലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യത്തും എല്ലാ സംസ്ഥാനത്തും ഇതുപോലുള്ള ഒന്നോ രണ്ടോ ആളുകളോ അവരുടെ പ്രവൃത്തി മൂലമോ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കാരണമാകുന്നുണ്ട്. ഈ ഒരു ആളുകളെയാണ് നമ്മൾ മാറ്റേണ്ടത്. ഈ ആളുകൾക്കാണ് തക്കതായിട്ടുള്ള ശിക്ഷ നൽകേണ്ടത്, അല്ലാതെ ഒരു വിഭാഗത്തിനോ ഒരു ജാതിക്കോ മതത്തിനോ അല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആരായാലും അവരെ കണ്ടുപിടിച്ച് അവരെ ഇല്ലാതാക്കാനും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കുന്നതിനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. രാജ്യത്ത് സമാധാനം നിലനിർത്തുന്നതിനും എല്ലാ മതവും ജാതി വിഭാഗങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം കൂടിയാണ്.